ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡാണ്. ഡൗ ജോൺസ് ഏകദേശം 73 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. S&P 6 പോയിൻറ്റും നസ്ഡാക്ക് 136 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ഗൾഫ് നിഫ്റ്റി 56 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ്, പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പ്രീ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീ മാർക്കറ്റ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ പബ്ലിഷ് ചെയ്തു എന്നാണ് വിചാരിച്ചത്. എല്ലാം കഴിഞ്ഞു, പബ്ലിഷ് ആയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിയതാണ്. രാവിലെ എണീക്കുമ്പോഴാണത് പബ്ലിഷ് ചെയ്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. എന്നാൽ അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഇന്നലത്തെ ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത്, മെനഞ്ഞാത്ത ഡേ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ഹരാമി ക്യാൻഡിലായിരുന്നു. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൽ വീണ്ടും ഒരു ബുള്ളിഷ് ഹരാമിയാണ്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള 24,545 കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസവും ആ ഒരു സോണിലാണ് സപ്പോർട്ടായിട്ട് നിഫ്റ്റി ആക്ട് ചെയ്യുന്നത്. 24,545, 24,635. മുകളിലോട്ട് കയറാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ആ ട്രെൻഡ് ലൈന് റിജക്ഷൻ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇതിന് താഴോട്ട് 545 ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ലൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ല സസ്റ്റെയിൻ ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈന് മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ബുള്ളിഷ് ആയിരിക്കും. നമുക്ക് ഡേറ്റ നോക്കാം. ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വോയിസ് കേട്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ സെൻസെക്സിൻ്റെ ചെയ്യുന്നില്ല. ഇന്ന് തൊട്ട് നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്യുകയാണ്. നേരത്തെ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇടയ്ക്ക് 1-2 മാസം നിർത്തി വെച്ചിരുന്നു. പലരും അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. സെൻസെക്സ് നമ്മൾ ഒഴിവാക്കി നിഫ്റ്റി മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ സമ്മറി. ഡേറ്റ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 932 കോടിക്ക് FIS ബൈ ചെയ്തിട്ടുണ്ട്. DIASും 316 കോടി ബൈയിങ് ആണ്, നെറ്റ് ബൈയിങ് ആണ് രണ്ടുപേരും വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS രണ്ടുപേരും ബൈയിങ് ആണ്. FIS കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും 1.4 ലാക്ക് ക്വാണ്ടിറ്റി ബൈയിങ് ആണ്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.9 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ 17,241 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ക്ലൈൻറ്റ് 2.9 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 2.13 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. ഓക്കെ, ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിന് സാധ്യതയുണ്ടെന്ന്. ഇന്ന് മിക്കവാറും ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആകാനാണ് സാധ്യത. എക്സ്പയറി ആണെന്ന്. എക്സ്പയറി ആണെങ്കിൽ കൂടി ഒരു സൈഡ് വൈസിനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 25,000-ലാണ്. 25,000-ൽ കോൾ റേറ്റിങ്ങും 24,000-ലാണ് പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്നത്. ബാക്കി ഇടയ്ക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. 24,700 റെസിസ്റ്റൻസ് ആണ്, 24,800 റെസിസ്റ്റൻസ് ആണ്. 24,600-ൽ കോൾ റേറ്റിങ്ങും പുട്ട് റേറ്റിങ്ങും ഏകദേശം ഈക്വലായിട്ട് ഉണ്ട്. 24,666 തോന്നുന്നു ഇന്നലത്തെ ക്ലോസിങ്. ഓക്കെ, മാർക്കറ്റ് മിക്കവാറും ഒരു 24,700-നും 24,500-നും ഇടയ്ക്കുള്ളൊരു റേഞ്ച് ബൗണ്ടിന് സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്കവാറും ആടിക്കളിക്കാനുള്ള സാധ്യതയുണ്ട്. സെല്ലേഴ്സിൻ്റെ ഒരു ദിവസമാകാനാണ് സാധ്യത ഈ എക്സ്പയറി.
അപ്പം ബയേഴ്സ് ശ്രദ്ധിക്കുക, കഴിയുന്നതും നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു സൈഡ് വൈസ് ഒരു റേഞ്ച് ബൗണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം സ്ട്രോങ് ആയിട്ട് മെൽട്ടായി പോവും. നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് പോകാം. ചാർട്ടിൽ കഴിഞ്ഞ ദിവസം, അതായത് മെനഞ്ഞാന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു 75 മിനിറ്റ്സിൻ്റെ ഡിമാൻഡ് സോണുണ്ട്. ഈ ഒരു റേഞ്ച് 24,547 തൊട്ട് 24,647 വരെ വരുന്ന ഒരു ഡിമാൻഡ് സോണുണ്ട്. ഇന്നലെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ PS'd ആയിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. താഴോട്ട് വന്ന് ഈ സോണിൽ നിന്ന് താഴെ വന്ന് PS'd ആയിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോൺ മിക്കവാറും വയലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് ശ്രദ്ധിക്കുക. 24,545, 24,645, ഏകദേശം 100 പോയിൻറ്റിൻ്റെയാണ്. ഈ ഒരു സോണ് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓൾറെഡി ഇത് PS'd ആയിട്ടുണ്ട് സോണ്. അപ്പം ഇനി എന്തായാലും ഇത് വയലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. വയലേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബെയറിഷ് മാർക്കറ്റിനുള്ള സാധ്യത ഉണ്ട്. വലിയൊരു ഫോള് പ്രതീക്ഷിക്കാം. 24,545 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്കൗട്ടിന് സാധ്യതയുണ്ട്. ഈ സോൺ എന്തായാലും വയലേറ്റഡ് ആകും. അപ്പം സോൺ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോള് പ്രതീക്ഷിക്കാം. 24,038 ആ ഒരു റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ടെക് ക്യാൻഡലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 23,751, 23,858 നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ലെവൽസിൽ ഞാൻ വലുതായിട്ട് ലെവൽസ് വരച്ചിട്ടില്ല. ചെറിയൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൻ്റെ സാധ്യതയുള്ളത് കൊണ്ട് ചെറിയൊരു റേഞ്ചാണ് വരച്ചിട്ടുള്ളത്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒരു സൈഡ് വേസിനുള്ള സാധ്യത. ആദ്യത്തെ സെക്ഷൻ മുകളിൽ ഒരു സൈഡ് വേസ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ വീണ്ടും താഴെ വന്നിട്ട് കൃത്യമായിട്ട് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 580 ടാർഗറ്റ് പറഞ്ഞിരുന്നത്. അതിന് താഴോട്ട് പോയിട്ടില്ല. മുകളിലോട്ട് 650, 660 ഏരിയയിലൊരു റിജക്ഷൻ പറഞ്ഞിരുന്നതാണ്. അവിടെ തന്നെ ഒരു റിജക്ഷൻ മാർക്കറ്റ് പലവട്ടം അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ഒരു അരമണിക്കൂറിലാണ് മുകളിൽ പോയിട്ട് CPRനുള്ളിൽ ക്ലോസിങ് വന്നിരിക്കുന്നത്. ഇന്ന് നാരോ CPR ആണ്. 24,651, 24,662 നാരോ CPR വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു ട്രെൻഡിങ്ങിന് സാധ്യത ഉള്ളതാണ്. മാർക്കറ്റ് ഇന്ന് ട്രെൻഡിങ് ആകുമോ എന്നെനിക്കറിയില്ല. എൻ്റെ ഒരു വ്യൂ, ഡാറ്റ വെച്ചിട്ടുള്ള എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് എന്നുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ റേഞ്ച് കുറച്ചേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്കിവിടെ ഒരു ഓപ്പണിംഗ്, ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ഇവിടെ എങ്ങാനും ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റേഞ്ച് നോക്കുക. ആദ്യത്തെ 5-10 മിനിറ്റിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക എവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുവെന്ന്. ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒന്ന് സൈഡ് വൈസിനുള്ള സാധ്യത ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ലെവൽസ് നോക്കുക. 24,711, 24,731 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റാണ് 24,778, 24,794. ഇതിന് മുകളിലൊരു ഓപ്പണിംഗ്, ഈ ഭാഗത്ത് എങ്ങാനും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സിന് സാധ്യതയുണ്ട്. 24,778, 24,794 നിന്ന് താഴോട്ടൊരു റിവേഴ്സിന് സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPR വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരും. 24,651, 24,662 CPR വരുന്നത്. താഴോട്ട് 24,587, 24,603 ഫസ്റ്റ് സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ട് 24,524, 24,546. അപ്പം ചെറിയൊരു റേഞ്ചേ വരച്ചിട്ടുള്ളൂ. അപ്പം ഇതിന് മുകളിലോട്ടോ 24,778, 794 മുകളിലോട്ടോ അല്ലെങ്കിൽ 24,524, 24,546 താഴോട്ടോ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പുതിയ ലെവൽസ് തരാം. എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് ഈ ഒരു റേഞ്ചിൽ എവിടെയെങ്കിലും, ഇതിനുള്ളിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസിങ്ങിനുള്ള സാധ്യതയാണ് കാണുന്നത്. പുറത്തോട്ട് വലിയ മൂവ്മെൻറ്റ്സ് ഇന്ന് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.